മുതലപ്പുഴയിലെ പ്രതിസന്ധി തുടരുകയാണ്. മണൽ നീക്കം തുടങ്ങിയിട്ടില്ല. പൊഴി അടഞ്ഞു തുടങ്ങിയതിനാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. ഇന്ന് ജില്ലാ കളക്ടറുമായി നിർണായകമായ ചർച്ച നടക്കാനിരിക്കുകയാണ്. ടി വി പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. ഉഷാറല്ലേ തിരുവനന്തപുരം? ഗുഡ് മോർണിംഗ് സുജയ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉഷാർ. നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. ആണോ? ഇന്നലെ ഇവിടെയും പെയ്തെന്നേ. മഴ പെയ്ത കാരണം ഞാൻ കുറച്ച് കൂടുതൽ ഉറങ്ങിപ്പോയി. 5 മണിയായി എണീറ്റപ്പോ. ഇവിടെ ഇന്നലെയും പെയ്തു, മിഞ്ഞാന്നും പെയ്തു, ഇന്ന് പുറച്ചൊക്കെ നല്ല മഴ. തിരുവനന്തപുരത്തെ കുറിച്ച് മഴയെക്കുറിച്ച് ഇങ്ങനെ പറയാതെ പ്രലോഭിപ്പിക്കാതെ ഇവിടെ നിന്നാണെങ്കിൽ അങ്ങോട്ട് നീങ്ങാനും പറ്റുന്നില്ല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. മുതലപ്പുഴയിലേക്ക് പോയാൽ അവിടെ മണൽ നീക്കം നടക്കാത്തത് വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാത്തതിലെ തർക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. പക്ഷെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പൊഴിയാണല്ലോ. ആ പൊഴിയുടെ കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? വലിയ പ്രതിസന്ധിയിലേക്ക്, കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അവിടുത്തുകാരെ തള്ളിവിടുന്നതാകില്ലേ ഇങ്ങനെ സമയം വൈകിപ്പിച്ചാൽ? ഈ വിഷയത്തിൽ സർക്കാർ ഗൗരവമായൊരു സമീപനം എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സുജിയ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്ക് മനസ്സിലാകുന്നത്. 73 മത്സ്യത്തൊഴിലാളികൾ മരിച്ച ഒരിടമാണ് ഈ മുതലപ്പുഴ. അവിടെ മത്സ്യത്തൊഴിലാളികൾ മരിക്കാനുള്ള കാരണമൊക്കെ നമ്മൾ മുമ്പേ വിശദീകരിച്ചതാണ്. വാമനപുരം നദിയിൽ നിന്ന് കടലിലേക്ക് യോജിക്കുന്ന ആ മുതലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് മണൽത്തിട്ടയായി രൂപപ്പെടുകയും അതിൽ ബോട്ടിൻ്റെ അടിഭാഗം തട്ടി മറിയുകയും ചെയ്യുന്ന കാഴ്ചയാണ് നേരത്തെ നമ്മൾ കണ്ടത്. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്ന് പറഞ്ഞ് നിരന്തരമായ സമരങ്ങൾ കണ്ടു. കേന്ദ്ര സർക്കാർ 177 കോടി രൂപ പാസാക്കി ശാശ്വത പരിഹാരത്തിന് വേണ്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ സ്ഥിരമായ പുലിമുട്ട് അവിടെ നിർമ്മിക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതേ ഉള്ളൂ. അത് പൂർത്തിയായാൽ മാത്രമേ ശാശ്വത പരിഹാരമാകൂ. പക്ഷേ അതുവരെ അവർക്ക് കടലിൽ പോകാൻ പറ്റുന്ന സാഹചര്യം നിലവിലില്ല എന്നതാണ്. കഴിഞ്ഞ 2 മാസമായി അവർ അതുവഴി കടലിലേക്ക് പോകുന്നതേയില്ല. സ്കൂൾ തുറക്കുന്ന സമയമായി അവർ വലിയ പ്രതിസന്ധിയിലേക്ക്, ജീവിത പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അപ്പോൾ പൊഴി പൂർണ്ണമായും അടയുന്ന ഒരു സമീപനം. 3 ആഴ്ച മുമ്പ് കണ്ണൂരിൽ നിന്ന് കൂറ്റൻ ഡ്രഡ്ജർ എത്തിക്കുമ്പോഴുള്ള വാഗ്ദാനം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മണൽ നീക്കി തുടങ്ങിയാൽ പിന്നെ യഥേഷ്ടം വള്ളങ്ങൾക്ക് പോകാൻ കഴിയും, ഒപ്പം പൊഴി അടയുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. ഈ 3 ആഴ്ചക്കിടെ വെറും 14-16 മണിക്കൂർ മാത്രമാണ് ഡ്രഡ്ജർ പ്രവർത്തിച്ചത്. വീണ്ടും അവിടെ മണൽത്തിട്ട രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് സുജിയ. വള്ളങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, വാമനപുരം നദിയോട് ചേർന്നുള്ള 8 പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലുമാണ്. മത്സ്യത്തൊഴിലാളികൾ വലിയ അഗ്രസീവായിട്ടുള്ള സമരത്തിലേക്ക് കടന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചു. ഒരു സംഘർഷത്തിൻ്റെ നിലയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾ സമീപിക്കുന്നതെങ്കിൽ മണ്ണ് മാറ്റാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. അതോടുകൂടി വലിയ പ്രതിസന്ധിയായി. ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് ജില്ലാ കളക്ടർ തന്നെ മത്സ്യത്തൊഴിലാളികളെയും മറ്റും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഉണ്ടാകും. ഇന്ന് പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ആത്യന്തികമായി ഒന്നേ ഉള്ളൂ, ആ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ 100 കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് പോകും. ഒപ്പം അവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്യും. സുജയ, ഓക്കെ, ചർച്ചകൾ ഫലപ്രാപ്തിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും ദൗർഭാഗ്യവശാൽ അതിപ്പോൾ സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. താങ്ക് യു ടി വി പ്രസാദ്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി, കൂടുതൽ വാർത്തകൾക്കായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹാവ് എ നൈസ് ഡേ.